കേരള BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ കസേര തെറിക്കുന്ന കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കേരള BJPക്ക് 5 വർഷത്തിന് ശേഷം പുതിയൊരു അധ്യക്ഷനെ ലഭിക്കാൻ പോവുകയാണ്. കെ സുരേന്ദ്രനെ മാറ്റി തലമുറ മാറ്റവും നേതൃമാറ്റവും നടപ്പിലാക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതെന്നാണ് ഇപ്പോൾ മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അപ്പോഴും സുപ്രധാനമായ മറ്റൊരു ചോദ്യമുണ്ട്. കെ സുരേന്ദ്രന് പകരം ആരായിരിക്കും പുതിയ BJP കേരള അധ്യക്ഷൻ? BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ആരായിരിക്കും പുതിയ അധ്യക്ഷനെന്നത്. BJPയുടെ നിലവിലത്തെ രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ സുരേന്ദ്രനും വി മുരളീധരനും അടങ്ങുന്ന ഗ്രൂപ്പും പിന്നെ PK കൃഷ്ണദാസിൻ്റെ ഗ്രൂപ്പും അടങ്ങുന്ന 2 സുപ്രധാന ഗ്രൂപ്പുകളാണ് ഇപ്പോൾ BJPക്കകത്തുള്ളത്. മാത്രമല്ല ഈ 2 ഗ്രൂപ്പിലും പെടാതെ മാറി നിൽക്കുന്ന തൃശ്ശൂർ MP സുരേഷ് ഗോപിയുടെ കൂടെ ഉള്ളവരും മറ്റൊരു ഗ്രൂപ്പായിട്ട് അവിടെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് നിലവിൽ കേരളത്തിലെ BJPക്കകത്ത് ഗ്രൂപ്പ് പോരാണ്. അതുകൊണ്ട് തന്നെ ഒരു നേതൃമാറ്റം കൊണ്ടുവന്ന് BJPയെ കുറച്ചുകൂടെ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാക്കി മാറ്റാനാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കെ സുരേന്ദ്രനെ മാറ്റി തീരുവെന്ന നിർണയത്തിലേക്ക് അവർ എത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രന് പകരം ആ സ്ഥാനത്തേക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖറോ അല്ലെങ്കിൽ BJPയുടെയും RSSൻ്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവായിട്ടുള്ള MT രമേശോ വരാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളം ബേസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ശശി തരൂരിനോട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെടുന്നത്. മാത്രമല്ല തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ തന്നെ വ്യക്തമായ രീതിയിൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രന് പകരം അടുത്ത സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരാനാണ് നേതൃത്വം താല്പര്യപ്പെടുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷേ നേരത്തെ അദ്ദേഹം ഒരു MP ആയിരുന്നു. അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് സംസ്ഥാനത്തിന് പുറത്ത് പോകേണ്ടി വരും എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയില്ലെന്നും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമേ MT രമേശ് ആ സ്ഥാനത്തേക്ക് വരുത്തുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. പക്ഷേ എന്നിരുന്നാൽ പോലും സുരേന്ദ്രന് വേണ്ടി വീണ്ടും ആഞ്ഞു പിടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് BJPക്ക് ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ടൊരു MP ലഭിച്ചത്. പക്ഷേ സുരേന്ദ്രൻ വിരോധികൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സുരേന്ദ്രന് മുൻപ് തന്നെ കേരളത്തിൽ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു. നേമത്ത് O രാജഗോപാൽ വിജയിച്ചിരുന്നു. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമാണ് O രാജഗോപാലിന് ആ നിയമ സീറ്റ് നഷ്ടപ്പെടുന്നത്. അതിനുശേഷം പിന്നെ സുരേഷ് ഗോപി വന്നിട്ടും അതിന് മുമ്പോട്ട് സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അടുത്ത് നടന്ന പാലക്കാട് ബൈ ഇലക്ഷനെ കുറിച്ചും വളരെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്ന മണ്ഡലമായിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലം. അവിടെ BJP വല്ലാണ്ട് പുറമോട്ട് പോയിരിക്കുകയാണ്. ആ പുറമോട്ട് പോയതിന് പിന്നിൽ കാരണങ്ങൾ അന്വേഷിച്ച് പോകേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സുരേന്ദ്രനെ ആ സ്ഥാനത്ത് മാറ്റിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് പേർ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ്റെ സ്ഥാനം ഏകദേശം തെറിച്ച മട്ടാണ്. ഇനി വി മുരളീധരനും സുരേന്ദ്രൻ്റെ പക്ഷവും കാര്യമാരിൽ പ്രവർത്തിച്ചാൽ മാത്രമേ സുരേന്ദ്രന് അവിടെ ആ സ്ഥാനത്ത് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. സുരേന്ദ്രന് പകരം മറ്റൊരാൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല സുരേന്ദ്രനെതിരായിട്ട് ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരായിട്ട് ഒരുപാട് പരാതികൾ ഇപ്പോൾ തന്നെ കേന്ദ്ര നേതൃത്വം ലഭിച്ചിട്ടുണ്ടെന്നും മാത്രമല്ല സംസ്ഥാനത്തെ ഒരുപാട് മുതിർന്ന നേതാക്കൾക്ക് സുരേന്ദ്രൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് എന്നുമാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന BJPയിൽ ഒരു നേതൃമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. മാത്രമല്ല മാസങ്ങൾക്കുള്ളിൽ കൃത്യമായി പറയുകയാണെങ്കിൽ 10 മാസത്തിനുള്ളിൽ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. മാത്രമല്ല 12 മാസത്തിനുള്ളിൽ ഒരു നിയമസഭ ഇലക്ഷനെ കൂടി ഫേസ് ചെയ്യാൻ പോവുകയാണ് കേരളം. അതുകൊണ്ട് തന്നെ നേതൃമാറ്റം ഇത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകണമെന്ന് കൂടിയാണ് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുരേന്ദ്രൻ്റെ സ്ഥാനം തെറിക്കാൻ പോകുന്നത്.